ബയോളജി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ബയോളജി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജോഗ്രഫി, കേരള ഹിസ്റ്ററി എന്നിവയിൽ നിന്നും കേരള PSC ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഓരോന്നും ഓരോ പോർഷൻസ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം പറയുന്നത് ബയോളജിയിലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയെല്ല്. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം സി. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ്. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. അപര്യാപ്തത രോഗം നിശാന്തത, സീറോഫ്താൽമിയ എന്നിവയൊക്കെയാണ്. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. അതിൻ്റെ അപര്യാപ്തത രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വായ്പുണ്ണ് ആണ്. അടുത്തത് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബാക്ടീരിയ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മൃതസഞ്ജീവനി. ആയുർദളം പദ്ധതി എന്നാൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആയുർദളം പദ്ധതി. മാതൃകിരണം പദ്ധതി കേരള സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ ഗർഭിണികളുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് മാതൃകിരണം. ശ്രുതി തരംഗം പദ്ധതി എന്നാൽ 5 വയസ്സ് വരെ പ്രായമുള്ള ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ കേൾവിയും തുടർച്ചയായ ഓഡിയോ വെർബൽ ഹെബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. വായുവിലൂടെ പകരുന്ന ഒരു രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? വായുവിലൂടെ പകരുന്ന ഒരു രോഗം ഏതാണ്? ഡെങ്കിപ്പനി കൊതുകാണ് പരത്തുന്നത്. ജലദോഷം വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എലിപ്പനി മലിനജലത്തിലൂടെ പകരുന്നു. കോളറയും മലിനജലത്തിലൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അടുത്തത് 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സൈലന്റ് സ്പ്രിങ്. അത് എഴുതിയത് റേച്ചൽ കേഴ്സൺ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പാവൽ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പാവൽ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പ്രിയങ്ക. പാവലിൻ്റെ മറ്റ് സങ്കര ഇനങ്ങളാണ് പ്രീതി, പ്രിയ എന്നിവയൊക്കെ. ജ്യോതിക എന്നത് പയറിൻ്റെ സങ്കര ഇനമാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ദീപിക എന്നിവയൊക്കെ പയറിൻ്റെ സങ്കര ഇനങ്ങളാണ്. അക്ഷയ എന്നത് തക്കാളിയുടെ സങ്കര ഇനമാണ്. മറ്റ് സങ്കര ഇനങ്ങൾ മുക്തി, അനഘ, അക്ഷയ, ശക്തി എന്നിവയൊക്കെയാണ്. ശ്വേത എന്നത് വഴുതനയുടേതാണ്. സൂര, ശ്വേത, ഹരിത, നീലിമ എന്നിവയൊക്കെയാണ് വഴുതനയുടെ സങ്കര ഇനങ്ങൾ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി ഏതാണ്?
ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എപ്പിക്കൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴു വളർത്തലിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. പിസിക്കൾച്ചർ എന്നാൽ മത്സ്യകൃഷിയാണ് പിസിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ മുയലുകളെ വളർത്തുന്നതിനെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി പീച്ചി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഭരണഘടന ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഇന്ത്യയിൽ ഭരണഘടന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗം അല്ലാതായി തീർന്നത് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ എ 44-ാം ഭരണഘടന ഭേദഗതി. അത് 1978-ലാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 19. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ഡിസംബർ 10. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഉത്തരം ഓപ്ഷൻ ബി 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വൃഷ്ടിപ്രദേശം.
ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മാർച്ച് ടു മെയ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. ആദ്യം റഷ്യ, പിന്നീട് കാനഡ, ചൈന, അമേരിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിവയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ്. ഇന്ത്യയുടെ രേഖാംശം വരുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നർമ്മദ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി എന്നിവയാണ്. നർമ്മദ അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി സിന്ധു നദി. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ എ അറബി. കാൽബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? കാൽബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കാറ്റാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. കിഴക്കൻ ഇന്ത്യയിലും ബംഗ്ലാദേശിലും വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റാണ്. കാൽബൈശാഖി എന്ന് പറയുന്നത് ഇടിമിന്നലോട് കൂടിയും മഴയോട് കൂടിയുമാണ് ഈ കൊടുങ്കാറ്റ് വരുന്നത്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. 1974 രൂപീകരിച്ചതാണ് കാസിരംഗ ദേശീയോദ്യാനം. അത് 1985 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് 1985 ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ.
കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ മുതിരപ്പുഴ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏത്? ഉത്തരം ഓപ്ഷൻ എ കുമ്പളങ്ങി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത 3. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. ഉത്തരം ഓപ്ഷൻ ബി ആണ് പാമ്പാർ. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്: കബനി, ഭവാനി, പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. റീഡ് തവളകൾ സംരക്ഷിക്കുന്നത് കക്കയം വന്യജീവി സങ്കേതത്തിലാണ്. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിലാണ്. വരയാട് ഇരവികുളം വന്യജീവി സങ്കേതത്തിലാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? ഉത്തരം വരുന്നത് 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഉത്തരം ഓപ്ഷൻ എ പള്ളിക്കര. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? ഉത്തരം ഓപ്ഷൻ എ കാപ്പി. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്?
ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏത്? തന്നിരിക്കുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും മേറിയ കൊടുമുടിയാണ് ആനമുടി. അത് ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതും ശരിയാണ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏകദേശം 2695 മീറ്റർ ഉയരമാണ് ഉള്ളത്. അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കോതമംഗലം. കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി 1931. 1931 നവംബർ 1-നാണ് സമരം ആരംഭിച്ചത്. നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന കെ കേളപ്പനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് ഈ സമരം നടന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ. 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ആയിരുന്നു. ഈ സമരത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ ആയിരുന്നു. അയിത്തത്തിനെതിരെയും ക്ഷേത്രപ്രവേശത്തിനായും നടന്ന കേരളത്തിലെ സുപ്രധാന സമരങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12-നാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതം, ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത്. സവർണർക്കും അവശ്യ വിഭാഗങ്ങൾക്കും ഒരുപോലെ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താൻ ഇത് വഴിതെളിച്ചു. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആരാണ്? കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അമിതമായ ഇടപെടലുകൾക്കും നികുതി നയങ്ങൾക്കുമെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിതമായ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ആലപ്പുഴ ജില്ലയിലെ കൈനക്കരയിൽ ജനിച്ചു. അത് തെറ്റാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. 2. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ശരിയാണ്. 3. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മന്നാനം പ്രസ്സിൽ നിന്ന് അടിച്ചിറക്കി. അത് തെറ്റാണ്. അത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ്. പൊയ്കയിൽ യോഹന്നാൻ അല്ല. 4. അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അതും ശരിയാണ്. ഇതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? 1. മന്നത്തു പത്മനാഭൻ സമത്വ സമാജം. അത് തെറ്റാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ് ആരംഭിച്ചത്. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയാണ്. 2. വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അത് ശരിയാണ്. 3. കുമാര ഗുരുദേവൻ ആത്മവിദ്യാസംഘം. അത് തെറ്റാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ് സ്ഥാപിച്ചത്. 4. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. അതും ശരിയാണ്. ഇതിൽ ശരിയായ ജോഡികൾ 2ഉം 4ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി അരുവിപ്പുറം ക്ഷേത്രം. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വേളയിലാണ് അവിടുത്തെ ശിലയിൽ ശ്രീനാരായണ ഗുരു കൊത്തിവെച്ചത്. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക. 1. കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. 2. വൈക്കം സത്യാഗ്രഹം 1924 നടന്നത്. 3. മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം 1921 നടന്നത്. 4. മലയാളി മെമ്മോറിയൽ 1891 നടന്നിട്ടുള്ളത്. അപ്പോൾ കാലഗണനാക്രമത്തിൽ ആദ്യം കുണ്ടറ വിളംബരം, പിന്നീട് മലയാളി മെമ്മോറിയൽ, പിന്നീട് മാപ്പിള ലഹള, പിന്നീട് വൈക്കം സത്യാഗ്രഹമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? തന്നിരിക്കുന്നത് 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. അത് ശരിയാണ്. കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടതാണ്.
മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമലംഘന സമരം അതും ബന്ധപ്പെട്ടതാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം അത് തെറ്റാണ്. അതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കെ കേളപ്പൻ. 1932 നിവർത്തന പ്രക്ഷോഭം പ്രധാനമായും തിരുവിതാംകൂറിലെ ഈഴവ മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിൽ ചേർന്ന് നടത്തിയതാണ്. ഇതിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവർ.